بسم الله الرحمن الرحيم أحمد يا حبيبي حبيبي سلام عليك يا أنس الغريب سلام. السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي سيدنا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم تر كيف ضرب الله مثلا كلمة طيبة كشجرة طيبة أصلها ثابت وفرعها في السماء تؤتي أكلها كل حين بإذن ربها ويضرب الله الأمثال للناس لعلهم يتذكرون. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. عن أبي هريرة رضي الله تعالى عنه أنه قال قال النبي صلى الله عليه وسلم إن القرآن نزل على 5 أوجه حلال وحرام ومحكم ومتشابه وأمثال فاعملوا بالحلال واجتنبوا الحرام واتبعوا المحكم وآمنوا بالمتشابه واعتبروا بالأمثال. ردت بلاغتها دعوى معارضها رد العيون يد الجاني عن الهرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم لها معان كموج البحر في مددي وفوق جهرهم في الحسن والقيم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم فما تعد ولا تحصى عجائبها ولا تصام على الإكثار بالسأم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ബഹുമാനമുള്ള സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, പ്രിയങ്കരായ നാട്ടുകാരെ, സഹോദരി സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധ ഖുർആനിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ഈമാൻ സലാമത്താക്കി തരുമാറാകട്ടെ.
അചഞ്ചലമായ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്ന് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിച്ച് പാരത്രിക ലോക വിജയം കൈവരിക്കുന്നവരിൽ അള്ളാഹു നമ്മയെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ പഠന ക്ലാസിന്റെ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഖുർആനിന്റെ സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് മസ്ജിദുൻ നജാത്ത് കമ്മിറ്റിയുടെ കീഴിൽ മൂന്നാമതും ഈ പ്രഭാഷണ പരിപാടി സംഘടിപ്പിച്ചത് എന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞു. ഇന്ന് പരിശുദ്ധ ഖുർആനിലെ അതിന്റെ പ്രധാനപ്പെട്ട ഒരിനമായ അംസാലുകൾ അഥവാ ഉപമകളെ സംബന്ധിച്ച് ഒട്ടേറെ ഗുണപാഠങ്ങളുള്ള ധാരാളം ഉദാഹരണങ്ങളും ഉപമകളും വിശുദ്ധ ഖുർആനിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ടുണ്ട്. ആഴ്ചകളോളം പ്രസംഗിച്ചാലും തീരാത്ത ആഴവും പരപ്പുമുള്ള ആശയങ്ങളാണ് ഓരോ ഉപമകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. പരിശുദ്ധ ഖുർആന്റെ വൈവിധ്യമാർന്ന സവിശേഷതകളിൽ ഒന്നു മാത്രമാണ് ഈ ഉപമകളുടെ അർത്ഥതലങ്ങളും അതിൻ്റെ വിശാലമായ സന്ദേശങ്ങളും. ഒരിക്കലും മടുപ്പ് വരാത്ത, ആരു നോക്കിയാലും പുതുമ കാണുന്ന, ഏതൊരു ലക്ഷ്യത്തിനു വേണ്ടി വിശുദ്ധ ഖുർആനിലേക്ക് കണ്ണുപായിച്ചാലും ആ ലക്ഷ്യം നേടിയെടുക്കാൻ ആവശ്യമായ മാർഗദർശനം തരുന്ന ഒരത്ഭുത ഗ്രന്ഥമായി ഇന്നും ഖുർആൻ നിലകൊള്ളുകയാണ്. അത് ഖിയാമത്ത് നാൾ വരെ നിലകൊള്ളുകയും ചെയ്യും. നമ്മുടെ സ്കൂൾ പാഠപുസ്തകങ്ങൾ നമുക്കറിയാം. വളരെ പ്രഗത്ഭരായ വിദ്യാഭ്യാസ വിചക്ഷണന്മാരെ ഗവൺമെന്റ് കണ്ടെത്തുകയും അവരെ ഉൾപ്പെടുത്തി കരിക്കുലം സമിതിക്ക് രൂപം നൽകുകയും ചെയ്ത് അവരുടെ കൂലങ്കഷമായ വിചിന്തനങ്ങളും ചർവിത ചർവണവും കഴിഞ്ഞാണ് ഓരോ ക്ലാസുകളിലേക്കുമുള്ള പാഠഭാഗങ്ങൾ തയ്യാറാക്കുന്നത്. അങ്ങനെ ഗവൺമെന്റിന്റെ പ്രത്യേക പ്രസ്സുകളിൽ അടിച്ച് വിദ്യാർത്ഥികൾക്ക് ക്ലാസ് റൂമുകളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രന്ഥങ്ങളുടെ കഥ എന്താണ്? കഴിഞ്ഞ വർഷം മക്കളെ പഠിപ്പിച്ച പുസ്തകം ഈ വർഷമാകുമ്പോൾ അത് കാലഹരണപ്പെടുകയാണ്. ഒരുപക്ഷേ അതിൽ ശാസ്ത്രീയ സത്യം എന്ന പേരിൽ അവതരിപ്പിച്ച കാര്യം അത് അസത്യമാണ് എന്ന് ഈ വർഷം ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. അതല്ലെങ്കിൽ കഴിഞ്ഞ വർഷം കുട്ടികൾക്ക് പെട്ടെന്ന് സുഗ്രാഹ്യമായ ഒരു ശൈലി എന്ന് കരുതി സ്വീകരിച്ച ഒരു ഭാഷാ ശൈലി ഈ കാലത്ത് കാലഹരണപ്പെട്ടു പോയിട്ടുണ്ടാകും. അതുമല്ലെങ്കിൽ അതിൽ പ്രയോഗിച്ച ചില പദങ്ങളും ചില അക്ഷരക്കൂട്ടുകളും ഇന്നത്തെ കാലത്ത് ഒരിക്കലും കാലികമല്ല എന്ന് ബോധ്യമായിട്ടുണ്ടാകും. ഇതുകൊണ്ട് തന്നെ പാഠപുസ്തകങ്ങളുടെ പുതുമകൾ വർഷം തോറും നഷ്ടപ്പെടുകയും അതിനെ പരിഷ്കരിപ്പിക്കുകയും പുതുക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമായി വരും. എന്നാൽ ഒരധ്യാപകന് കീഴിൽ നിന്നൊരക്ഷരം പോലും എഴുതി പഠിക്കാത്ത, വായിക്കാനറിയാത്ത ഉമ്മിയായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മനുഷ്യരെ ഓതിക്കേൾപ്പിച്ച പവിത്രമായ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു ശാസ്ത്രീയ വിഷയമോ അതല്ലെങ്കിൽ അതിൽ പരാമർശിച്ച ഏതെങ്കിലും ഒരു മസ്അലയോ ഏതെങ്കിലും സാമ്പത്തികമോ സാമൂഹികമായ ഒരു പെരുമാറ്റച്ചട്ടത്തെ സംബന്ധിച്ചുള്ള വിഷയമോ എന്തെങ്കിലും ഒന്ന് പുതുമ നഷ്ടപ്പെട്ടതായി ഒരാൾക്കും പരിചയപ്പെടുത്താൻ കഴിയില്ല. ഓരോന്നിന്റെയും കാലിക പ്രാധാന്യം കാലം മുന്നോട്ട് പോകുന്തോറും പുതിയ രീതിയിൽ ബോധ്യപ്പെട്ടു വരിക എന്നല്ലാതെ ഖുർആനിന്റെ ആശയങ്ങൾക്ക് ഒരു തരത്തിലുമുള്ള മങ്ങൽ നമുക്ക് ദർശിക്കാൻ സാധ്യമല്ല. ഇതുപോലെ ഖുർആൻ പ്രയോഗിച്ച ഏതെങ്കിലും ഒരു പ്രയോഗം അത് ഈ കാലഘട്ടത്തിന് യോജിച്ചതല്ല എന്ന് ചൂണ്ടിക്കാട്ടാൻ ഒരാൾക്കും സാധ്യമല്ല. നമ്മുടെയൊക്കെ തന്നെ കുട്ടിക്കാലത്ത് നമ്മളും നമ്മുടെ ഉമ്മമാരും സംസാരിച്ചിരുന്ന ഭാഷ, ആ ഭാഷയിൽ ഇന്ന് അവര് സംസാരിച്ചാൽ നമ്മളും ചിരിക്കും, അവരും ചിരിക്കും. അന്നത്തെ ഉമ്മമാരുടെ ശൈലി ആ ഉമ്മമാര് തന്നെ ഇന്ന് മാറ്റിയിരിക്കുകയാണ്. എന്നാൽ വിശുദ്ധ ഖുർആനിന്റെ ഇത്രയും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ഭാഷാ ശൈലി അതിനെന്തെങ്കിലും ഒരു ഈ കാലഘട്ടത്തോട് യോജിക്കാത്ത ഒരു വിഷയം ചൂണ്ടിക്കാണിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. മാത്രമല്ല ആ വിശുദ്ധ ഖുർആൻ അതിനൊരു പ്രത്യേകമായ പാരായണ രീതിയുണ്ട്. നമ്മൾ സാധാരണ കുറെ പാടുകയും കേൾക്കുകയും ചെയ്ത പാട്ടുകൾ ഒരു ഗാനമേള സ്റ്റേജിൽ വെച്ച് ഒരാൾ ആലപിക്കുന്നത് ഒട്ടേറെ നമ്മുടെ നാവിലൂടെ പുറത്തേക്ക് വന്നതും കാതുകൊണ്ട് കേട്ടതുമായ ഗാനമാണെങ്കിൽ ആ സദസ്സിൽ നിന്ന് കൂക്കുവിളിയും കുപ്പിയേറും വന്നേക്കാം. എന്നാൽ വിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായമാണ് അസ്സബുൽ മസാനി എന്നു പേരുള്ള സൂറത്തുൽ ഫാത്തിഹ. ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന 7 സൂക്തങ്ങൾ എന്ന് അതിനൊരു പേര് തന്നെയുണ്ട്. നിരന്തരമായി ഒരു ദിവസം ചുരുങ്ങിയത് ഫർള് നിസ്കാരത്തിന്റെ പേരിൽ മാത്രം 17 തവണ നമ്മൾ അത് ഓതുന്നു. ഇതിനു പുറമെ സുന്നത്ത് നിസ്കാരത്തിൽ ഓതുന്നു, മയ്യത്ത് നിസ്കാരത്തിൽ ഓതുന്നു. എപ്പോൾ നമ്മൾ ദുആ ചെയ്യുമ്പോഴും ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായമായ ഫാത്തിഹ ഓതി അതിനെ മുൻനിർത്തി പ്രാർത്ഥന നടത്തുന്നു. ഇത്രയധികം നമുക്ക് ഓതി 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 തഴക്കവും പഴക്കവും വന്ന ആ സൂറത്തുൽ ഫാത്തിഹ നല്ല ഓത്തറിയാവുന്ന ഒരാൾ നിന്ന് ഓതിയാൽ നമ്മൾ ഏതൊരാളും കേട്ട് തരിച്ചു നിന്നുപോകും. അതിന്റെ സൗകുമാര്യതയും സൗന്ദര്യവും ഒരിക്കലും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നില്ല. വിശുദ്ധ ഖുർആനിന് തുല്യമായ പാരായണ ശൈലിയുള്ള വേറെ ഒരു ഗ്രന്ഥം ഈ ഭൂമി ലോകത്ത് ഇല്ല തന്നെ. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും അതുല്യമായ പവിത്രമായ വിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ പടച്ച റബ്ബ് നമ്മളിലേക്ക് അയച്ച അവന്റെ റിസാലത്താണ്, അവന്റെ സന്ദേശമാണ്. ആ സന്ദേശം എന്താണ് അതിലുള്ളത് എന്നറിയാൻ അല്ലാഹുവോട് മഹബ്ബത്തുള്ള ഏതൊരാളുടെയും മനസ്സ് താല്പര്യപ്പെട്ടുകൊണ്ടേയിരിക്കും. നാം സ്നേഹിക്കുന്ന, നമ്മെ സ്നേഹിക്കുന്ന ഒരാൾ നമുക്കൊരു കത്തെഴുതിയാൽ ആ കത്ത് നമ്മൾ ഏതൊരാളും വളരെ ശ്രദ്ധാപൂർവം ഒരുപാട് തവണ വായിക്കും. ഇനി അഥവാ വായിക്കാൻ അറിയാത്ത ഭാഷയിലാണോ നമ്മുടെ പ്രേമഭാജനം നമുക്കൊരു കത്തെഴുതി തന്നതെങ്കിൽ അത് നെഞ്ചോട് ചേർത്ത് പിടിക്കുകയും അതിലേക്ക് വെറുതെ നോക്കിയിരിക്കുകയും ചെയ്യുക എന്നത് സ്നേഹമുള്ളവന്റെ അടയാളമാണെങ്കിൽ, സത്യവിശ്വാസിക്ക് ഏറ്റവും അധികം സ്നേഹമുണ്ടാകേണ്ടത് സർവലോക സംരക്ഷകനും സ്രഷ്ടാവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടാണ്. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. സത്യവിശ്വാസികൾ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് സർവശക്തനായ അല്ലാഹുവിനെ ആയിരിക്കും. ആ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് സംസാരിക്കാനുള്ളത്, പറയാനുള്ളത് മുഴുവനും
നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള, നമ്മളിലേക്ക് അയച്ചു തന്നിട്ടുള്ള അവന്റെ നമ്മളിലേക്കുള്ള കത്താണ്, റിസാലത്താണ് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആനിലുള്ളത് എന്താണ്, അള്ളാഹു എന്താണ് എന്നോട് പറയുന്നത്, ഇതറിയാൻ അള്ളാഹുവിനോ സ്നേഹിക്കുന്ന ഏതൊരാളുടെയും മനസ്സിന്റെ ഉള്ളിൽ താല്പര്യമുണ്ടാകും. അത് തന്നെയാണ് പരിശുദ്ധ ഖുർആൻ ക്ലാസ് നടക്കുന്നു എന്ന് കേട്ടാൽ വിശ്വാസികൾ അതിലേക്ക് ഒഴുകാനുള്ള കാരണവും. അള്ളാഹുവോട് അവരെ കൽബിലുള്ള സ്നേഹമാണ്. എന്താണ് അള്ളാഹു എന്നോട് സംസാരിക്കുന്നത് എന്ന് എനിക്കറിയാനുള്ള താല്പര്യമുണ്ട്. ആ രീതിയിൽ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ മനസ്സിലാക്കാൻ പല രീതിയിലും നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവസരം തരുന്നു. ആ ആശയങ്ങളും അതിൽ പറഞ്ഞ വിഷയങ്ങളും നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട അവസരങ്ങളിൽ ഒന്നായി ഇതുപോലുള്ള വിശുദ്ധ ഖുർആൻ ക്ലാസുകളുടെ മജ്ലിസ് നമ്മൾ കാണണം. അള്ളാഹു ഇത് ബറക്കത്തുള്ള സദസ്സായി കബൂലാക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നൽ ഖുർആന നുസ്സില അലാ ഖംസത്തി ഔജു. അള്ളാഹു പരിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ചത് 5 രീതിയിലാണ്, 5 തരത്തിലാണ് അതിന്റെ ആശയങ്ങളെ ഖുർആനിൽ അള്ളാഹു വിന്യസിച്ചിട്ടുള്ളത്. ഹലാലുൻ, ഒന്ന് നമുക്ക് അനുവദിക്കപ്പെട്ട വിഷയങ്ങളാണ്. ഹറാം, രണ്ടാമത്തേത് നിരോധിക്കപ്പെട്ട നിഷിദ്ധമാക്കപ്പെട്ട കാര്യങ്ങളാണ്. ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റിയ വിഷയങ്ങൾ ഏതൊക്കെയാണ് ഖുർആനിലെ ഒരു ചാർട്ടതാണ്. രണ്ടാമത്തെ ഒരു ഭാഗം അവൻ ചെയ്തുകൂടാത്ത വിഷയങ്ങൾ ഏതൊക്കെ. മൂന്നാമത്തേത് മുഹ്കം എന്ന് പറയും, അഥവാ നമുക്ക് ആശയം ഉൾക്കൊള്ളാവുന്നതും നമ്മുടെ ജീവിതത്തിന്റെ വിധിവിലക്കുകളെല്ലാം പരാമർശിക്കുന്നതുമായ ഒരു തരത്തിലുള്ള വിഭജനം ഖുർആനിലെ ആയത്തുകൾക്കുണ്ട്. ആശയം മനസ്സിലാകുന്ന വിധത്തിലുള്ള ആയത്തുകളെയാണ് മുഹ്കമായ ആയത്ത് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഒന്ന്, നാലാമത്തെ ഒന്ന് മുത്തശാബിഹ്. ഇങ്ങനെ എല്ലാവർക്കും അതിന്റെ ആശയം മനസ്സിലാവുകയില്ല. അത് നമുക്ക് ഓതാൻ വേണ്ടി മാത്രമുള്ളതാണ്. അതിന്റെ ശരിയായ ലക്ഷ്യം എന്താണെന്ന് അള്ളാഹുവിനെ അറിയൂ. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ തുടങ്ങുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും അലിഫ് ലാം മീം. അതുപോലെ യാസീൻ, ത്വാഹ, ഹാമീം, ഇങ്ങനെ ധാരാളം ആയത്തുകൾ. അതുപോലെ അർ റഹ്മാനു അലൽ അർശി ഇസ്തവാ, ഇങ്ങനെ തുടങ്ങിയ കുറെ ആയത്തുകൾ അതിന്റെ ശരിയായ അർത്ഥം എന്താണ് എന്ന് അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. ആ രീതിയിലുള്ള ആയത്തുകൾ ഖുർആനിലുണ്ട്. അത് അള്ളാഹു അവതരിപ്പിച്ചതാണെന്ന് വിശ്വസിക്കുക എന്നതാണ് നമ്മുടെ കടമ. ഇനി അഞ്ചാമതായ ഒരു ഭാഗം വ അംസാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ഉപമകൾ. ഇങ്ങനെ ഒരു വിഭാഗവും പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു അവതരിപ്പിച്ചിട്ടുണ്ട്. അതിനാൽ ഫഅ്മലൂ ബിൽ ഹറാം ബിൽ ഹലാലി വജ്തനിബുൽ ഹറാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചു തന്ന ഹലാലുകൾ അത് നിങ്ങൾ മനസ്സിലാക്കി പ്രയോഗവൽക്കരിക്കുക. വജ്തനിബുൽ ഹറാം, അല്ലാഹു നിഷിദ്ധമാക്കിയ വിഷയങ്ങളെ തിരിച്ചറിഞ്ഞു തിരസ്കരിക്കുക. വത്തബിഉൽ മുഹ്കമ, അർത്ഥവും ആശയവും മനസ്സിലാകുന്ന ആയത്തുകളെ നിങ്ങൾ അനുധാവനം ചെയ്യുക. വ ആമിനൂ ബിൽ മുത്തശാബിഹ്, മുത്തശാബിഹായ ആയത്തുകൾ, അർത്ഥം അറിയാത്ത ആയത്തുകളെ ഇത് അല്ലാഹു അവന്റെ ഹിക്മത്ത് കൊണ്ട് അവതരിപ്പിച്ചതാണെന്ന് മാത്രം നിങ്ങൾ വിശ്വസിക്കുക. വഅ്തബിറൂ ബിൽ അംസാൽ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പരാമർശിച്ച ഉപമകളിൽ നിന്ന് നിങ്ങൾ പാഠം ഉൾക്കൊള്ളുക. ഇതാണ് നമുക്ക് ഈ രീതിയിലുള്ള അവതരണത്തിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. ഹലാലും ഹറാമും മനസ്സിലാക്കി തള്ളേണ്ടത് തള്ളുകയും കൊള്ളേണ്ടത് കൊള്ളുകയും ചെയ്യും. മുഹ്കം ജീവിതത്തിന്റെ ഭാഗമാക്കുക. മുത്തശാബിഹ് അതിനെ അപ്പടി വിശ്വസിക്കുക. അംസാലുകളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക. എന്തിനാണ് അംസാൽ മിസാൽ എന്നൊക്കെ പറയുന്നത്? ഉപമകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു വിഷയത്തെ നമുക്ക് സുഗ്രാഹ്യമായ, പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വിഷയത്തോട് ഉപമിച്ചു പരാമർശിക്കുക എന്നാണ്. അത്തരം ഉപമകളിൽ ഒട്ടേറെ ഗുണപാഠങ്ങളും
ചിന്താ വിഷയങ്ങളും ഉൾക്കൊണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ നൂറുകണക്കായ ഉപമകൾ വിവിധ ശൈലിയിലും രീതിയിലും പരാമർശിച്ചിട്ടുണ്ട്. ഉപമ എന്ന പ്രയോഗത്തോടുകൂടെ തന്നെ 40-ലധികം സ്ഥലത്ത് അല്ലാഹു ഇതാ ഒരു ഉപമ പറയുന്നു എന്ന രീതിയിൽ തന്നെ ഖുർആൻ നമ്മോട് സംവദിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഈ തരത്തിലുള്ള ഉപമകൾ അല്ലാഹു നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നതിന് ഒരുപാട് താല്പര്യങ്ങളുണ്ട്. പ്രധാനമായും ഒന്ന്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തതോ നാം ഇതുവരെ കണ്ടിട്ടില്ലാത്തതോ ആയ വിഷയമാണെങ്കിൽ ആ വിഷയത്തെ പെട്ടെന്ന് മനസ്സിലാക്കാനും നമ്മുടെ മുമ്പിൽ കാണുന്നത് പോലെ അതിനെ വരച്ചു കാണിക്കാനും വേണ്ടിയാണ് ഉദാഹരണങ്ങളിലൂടെ അല്ലാഹു വിഷയം അവതരിപ്പിക്കുന്നത്. ഒരു ചെറിയ ഉദാഹരണം നമുക്ക് പറഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല സാമ്പത്തിക വ്യവഹാരത്തിന്റെ വിഷയത്തിൽ നമുക്ക് നേരും നെറിയും വ്യവചേദിച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. നിർമ്മാണാത്മകമായ മാർഗത്തിലൂടെ ആയിരിക്കണം പണം സമ്പാദിക്കേണ്ടത്. ഒരിക്കലും ചൂഷണത്തിന്റെ വഴിയിലൂടെ ധനം നേടിയെടുക്കാൻ ശ്രമിക്കരുത്. അല്ലാഹുവിന്റെ ഖുർആൻ നൽകുന്ന ഒരു പ്രധാന സന്ദേശമാണ്. ചൂഷണത്തിന്റെ എക്കാലത്തെയും പ്രധാനപ്പെട്ട മാധ്യമം അത് പലിശ ഇടപാടാകുന്നു. പലിശ ഇടപാടിലൂടെ പണം നേടുന്നവനും പണം കൊടുക്കുന്നവനും അവൻ സാമ്പത്തിക പുരോഗതിയാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിലും അവന്റെ ദൗരന്തികമായ അന്ത്യം എപ്രകാരമായിരിക്കുമെന്ന് നല്ല ഒരു ഉദാഹരണത്തിലൂടെ അല്ലാഹുവിന്റെ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നു. അല്ലദീന യഅ്കുലൂന റിബാ ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമുല്ലദീ യതഖബ്ബത്തുഹു ശൈത്താനു മിനൽ മസ്. അല്ലദീന യഅ്കുലൂന റിബാ, പലിശ ഇടപാടിലൂടെ പണം സമ്പാദിക്കുന്നവൻ. ഏത് ചെറിയ വിഷയങ്ങൾക്കും പലിശയുമായി ബന്ധപ്പെടുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു സ്ത്രീ ഗർഭിണിയായപ്പോൾ അവളെ പള്ള കാണാൻ പോകുന്ന ചടങ്ങ്, 9-ാം മാസത്തിൽ പള്ള കാണാൻ പോകും. ഇത്തരം ചെറിയ സംഗതികൾക്ക് പോലും അലുവ വാങ്ങാനും ഫ്രിഡ്ജ് വാങ്ങാനും അൾമറ കൊണ്ടുപോകാനും എന്താണ് എവിടുന്നാണ് കാശ് കിട്ടുക? അതിന് വല്യമോ അറിയാതെ സാരല്ല, എന്റെ ഈ കൗത്തുത്ത് തൽക്കാലം അവിടെ വെച്ചോളി. അത് ബാങ്കിൽ പണയപ്പെടുത്തി ആ കാശ് കൊണ്ട് കോള് വാങ്ങിപ്പോവാൻ. ഹറാമ് ചെയ്യുന്നു എന്ന് മാത്രമല്ല, ഹറാമ് തീറ്റിക്ക കൂടി ചെയ്യുന്നു എന്ന ഇരട്ട കുറ്റമാണ് യഥാർത്ഥത്തിൽ ഈ വയസ്സുകാലത്ത് ചെയ്യുന്നത് എന്ന് വല്യമ്മ ഓർക്കുന്നില്ല. ഞാൻ വല്യമാനെ പറഞ്ഞത് ഇന്ന് സാമാന്യവൽക്കരിക്കപ്പെട്ടു പോയി. ഏത് ചെറിയ വിഷയത്തിന് സ്വർണം വിൽക്കുക എന്ന് പറഞ്ഞാൽ അത് പെണ്ണുങ്ങൾക്ക് തീരെ ഉൾക്കൊള്ളാൻ പറ്റും. അത് പണയം വെക്കുക എന്ന് പറഞ്ഞാലും പലിശ അതിന്റെ പേരിൽ കൊടുക്കുക എന്ന് പറഞ്ഞാലും അതിന് യാതൊരു വശവുമില്ല. എന്നിട്ടോ വിറ്റിരുന്നെങ്കിൽ കുറെ ബുദ്ധിമുട്ടൊക്കെ ഒഴിവാകുമായിരുന്നു. ഇതിപ്പോ അവിടെ വെച്ചതിന്റെ പേരിനാൽ അതിന്റെ മേലെ വീണ്ടും വീണ്ടും ഒന്ന് ചൊറ വർദ്ധിക്കുക എന്നല്ലാതെ രക്ഷപ്പെടാൻ കഴിയൂല. ഇങ്ങനെ വീട് നിർമ്മാണം, പഠനം തുടങ്ങി എന്തിനുമേതിനും ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ വരെ പലിശ ഇടപാടിലൂടെ കഴുകക്കണ്ണുമായി നമ്മെ ഇതാ വലയം ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയൊരു ശൃംഖല തന്നെയുണ്ട്. അത്തരം ഇടപാടുകളിൽ കുടുങ്ങിപ്പോയ മനുഷ്യന്റെ സ്ഥിതി അല്ലാഹു പറയുന്നത് ലാ യഖൂമൂന, അവർക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയില്ല. അത് ദുന്യാവിലും കഴിയില്ല, നാളെ മരിച്ച് ഖബറിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്തും കഴിയില്ല. ഏതുപോലെയല്ലാതെ ഇല്ലാ കമാ യഖൂമുല്ലദീ യതഖബ്ബത്തുഹു ശൈത്താനു മിനൽ മസ്. ഭ്രാന്ത് പിടിച്ച് പിശാച് ബാധിച്ചവന് ഭ്രാന്ത് പിടിച്ച് അവനെ പിശാച് തള്ളിയിടുന്നത് പോലെ അവനതാ ഇടക്ക് കണ്ടാൽ അവന്റെ ഭ്രാന്തൊക്കെ ഇപ്പം മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും ഭ്രാന്ത് കെട്ടളകണം. അങ്ങനെ ഇടക്കിടക്ക് ഭ്രാന്താകുന്ന ഒരു മനുഷ്യൻ, അവനെ കണ്ടാൽ സംസാരിച്ചു നോക്കിയാൽ ഞമ്മക്ക് ആ ഭ്രാന്തെന്ന് തോന്നും. ഭ്രാന്തന്മാരങ്ങനെയുള്ളൂ. ഓല് നമ്മളോട് സംസാരിച്ചാൽ പറയാ എന്നെ വാപ്പിമ്മയോ കൂടി ഭ്രാന്തന്മാരാക്കാണ്, അപ്പൊ യഥാർത്ഥ ഭ്രാന്ത് അവർക്കാണ് എന്നാണ് അവരുടെ വാദം. അപ്പൊ നമുക്ക് ഓനൊരു അസുഖമില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ആള് കോലം തിരി. ഇതുപോലെ പലിശ ഇടപാടിലൂടെ പണമുണ്ടാക്കാൻ ശ്രമിച്ചവനെ
നമുക്ക് കാണാൻ കഴിയും. പെട്ടെന്നതാ അവൻ 5 സെന്റ് സ്ഥലത്ത് നല്ല ഒരൊന്നാന്തരം വീടുണ്ടാക്കുമ്പോൾ നാട്ടുകാരൊക്കെ പറയാൻ തുടങ്ങി, ആ കുഞ്ഞമ്മയിനിപ്പം വലിയ കുണം കൂടിയിട്ടുണ്ട്, ഓ വലിയ പൗസാക്കിലാണ്. എന്താ കാരണം? നല്ല പൊരിയൊക്കെ ഉണ്ടാക്കിയതാ. അപ്പൊ ആൾക്കാരൊക്കെ നല്ല ഉഷാറിലാന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് 2 കൊല്ലം കഴിയുമ്പം ബാങ്കിൽ നിന്ന് ചെണ്ടയും കൊട്ടി ആള് വരുന്ന, ഈ വീടും പറമ്പും ഞങ്ങളുടേതാണ്, ഇത് ജപ്തി ചെയ്യാൻ പോകുന്നു, ലേലം ചെയ്യാൻ പോകുന്നു. ഈ വിവരം അറിയുമ്പോഴാണ് ഇവൻ വീണ കഥ നമ്മൾ അറിയുക. ഇവിടെ 2 വിഷയമാണ് നമ്മൾക്ക് ഉൾക്കൊള്ളാനുള്ളത്. ഒന്നാമതായി പിശാച് ജനങ്ങളെ ബാധിക്കുമെന്നും പിശാചു ബാധിച്ചാൽ അവൻ മനുഷ്യന് ഭ്രാന്തുണ്ടാക്കുമെന്നും അല്ലാഹുവിന്റെ ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിച്ചൊരാശയമാണ്. ഈ ആശയത്തെ നിരാകരിക്കാൻ വിശുദ്ധ ഖുർആൻ അംഗീകരിക്കുന്നവർക്ക് സാധ്യമല്ല. ഒരു കാലത്ത് ഇത്തരത്തിലുള്ള ഏത് വിഷയങ്ങളെയും അന്ധവിശ്വാസമായി തള്ളുന്നു. സാധാരണ ജനങ്ങളുടെ കണ്ണുകൊണ്ട് കാണാത്ത മുഴുവൻ വിഷയങ്ങളെയും തള്ളിക്കളയുക എന്നത് ഭൗതിക ശാസ്ത്രത്തിന്റെ ഒരു ലക്ഷണമാണെങ്കിൽ, മതത്തിന്റെ പേരിൽ ഇതേ ലക്ഷണം സ്വീകരിച്ച ബിദ്അത്തുകാർ ഇത്തരം ആശയങ്ങളെ തള്ളിക്കളയുകയും മനുഷ്യർക്ക് ജിന്നുബാധ ഉണ്ടാവുകയില്ല, പിശാചുബാധ ഉണ്ടാവുകയില്ല, അതൊക്കെ ഒരു തരം ഹിസ്റ്റീരിയ മാത്രമാണെന്ന് ഉദ്ഘോഷിച്ചിരുന്നവർ ഇന്ന് അവരുടെ പാളയത്തിൽ വലിയ പൊട്ടിത്തെറി നടക്കുകയാണ്. യുവാക്കളായ ഒരു വിഭാഗം അവരെ പണ്ഡിതന്മാർ പരിശുദ്ധ ഖുർആൻ പരാമർശിച്ച ഈ ആദർശത്തെ നമ്മൾ എന്തിനു തള്ളിക്കളയണം? നമ്മുടെ ഭൗതികമായ കാഴ്ചപ്പാടുകൾ ഇത് ഉൾക്കൊള്ളാൻ മാത്രം വിശാലതയില്ലെങ്കിലും ഖുർആനിന്റെ ഒരു പരാമർശത്തെ എന്തിന് നമ്മൾ നിരാകരിക്കണമെന്ന് ചോദിച്ച് അവർ കലാപക്കൊടി ഉയർത്തുകയും അതിന്റെ പേരിൽ അവർ 2ആയി പിരിയുകയും ആ 2 ഇപ്പോൾ 3ആയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്ന വാർത്തയാണ് ഇന്നത്തെ പത്രത്തിൽ നമ്മളൊക്കെ വായിച്ചിട്ടുള്ളത്. ഇത് അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ച ഉദാഹരണം സഹിതം പഠിപ്പിച്ച ഒരു സത്യമാണ്. മനുഷ്യന് രോഗമുണ്ടാക്കുന്നത് 2 തരത്തിലാണ്. ഒന്ന് ഭൗതികമായ അണുക്കളുടെയും വൈറസുകളുടെയും പേരിൽ രോഗമുണ്ടാകും. മറ്റൊന്ന് ഈ രീതിയിലുള്ള പൈശാചികമായ കാരണം കൊണ്ട് രോഗങ്ങൾ ഉണ്ടാകും. ആ രോഗങ്ങളാണ് ഒരു തരത്തിൽ ഭ്രാന്ത് തന്നെ പലതരത്തിലുണ്ട്. അതിൽ ഒരു തരത്തിലുള്ള ഭ്രാന്ത് അത് പൈശാചികമാണ് എന്ന് വിശുദ്ധ ഖുർആൻ ഇവിടെ പഠിപ്പിക്കുന്നു. അവൻ എഴുന്നേൽക്കുന്നത് പോലെ മാത്രമേ ഈ പലിശ ഇടപാടുമായി നടക്കുന്നവൻ എഴുന്നേൽക്കാൻ കഴിയൂ. അവന് ശരിയായ രീതിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റൂല. ഒരിക്കൽ കുടുങ്ങിയവൻ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പിന്നെ ബ്ലേഡ് കമ്പനിക്കാരന്റെ അടുത്താ പോവുക, അവിടുന്ന് തലയൂരാൻ വേണ്ടി പിന്നെ വട്ടി കമ്പനിക്കാരന്റെ അടുത്തേക്കാ പോവുക. അങ്ങനെ ചൊറഞ്ഞ് അവസാനം അതുകൊണ്ട് തന്നെ അവൻ പരാജയപ്പെട്ട് പത്തിമടക്കുന്ന സ്ഥിതി ഉണ്ടാകും. അള്ളാഹു അത്തരം നിഷിദ്ധമായ ഇടപാടിൽ നിന്ന് നമുക്ക് കാവൽ നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞത് ഖുർആനിൽ ഉപമ അള്ളാഹു അവതരിപ്പിക്കുന്നത് ഇതിനു വേണ്ടിയാണ്. മനസ്സിലാകാത്തൊരു കാര്യത്തെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കി തരാൻ ഈ ഉദാഹരണത്തിലൂടെ സാധിക്കുന്നു. മറ്റു ചിലപ്പോൾ ഉദാഹരണം പറയുന്നത് എന്തിനാണ്? ഏത് വിഷയത്തെ സംബന്ധിച്ചാണോ ഉദാഹരിക്കുന്നത് ആ വിഷയത്തോട് നമുക്ക് വിരക്തിയും വെറുപ്പും തോന്നാൻ വേണ്ടിയാണ് മറ്റൊരു വിഷയവുമായി അതിനെ ബന്ധിപ്പിച്ചു പറയുന്നത്. ഉദാഹരണം, മറ്റു മനുഷ്യർക്ക് ഇഷ്ടമില്ലാത്തത് അത് നാം പറയുക എന്നത് മാരകമായ ഒരു തിന്മയായി ഖുർആൻ നമ്മളെ പരിചയപ്പെടുത്തുന്നു. അത് അയാളിൽ ഉള്ളതാവട്ടെ ഇല്ലാത്തതാവട്ടെ. ഒരിക്കലതാ സയ്യിദത്തുനാ ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ അവരുള്ള സദസ്സിലേക്ക് ഒരു സ്ത്രീ കടന്നു വന്നു. അവർ ചോദിക്കുന്നത്, എവിടെയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചിലത് ചോദിക്കാനുണ്ട്, മസ്അല ആരായാനുണ്ട്. ഇതിനു വേണ്ടി വീട്ടിൽ വന്നപ്പോ മഹദിയതാ നബിതങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. നബിയെ, ഒരു വലിപ്പം കുറഞ്ഞ കുള്ളത്തിയായ ഒരു പെണ്ണ് വന്നിട്ടുണ്ട്, ഒരു കുറിയ പെണ്ണ് വന്നിട്ടുണ്ട്. ഇത്ര മാത്രമേ ആയിഷ ബീവി പറഞ്ഞിട്ടുള്ളൂ. അള്ളാന്റെ റസൂല് പറഞ്ഞു, ആയിഷ നീ ഉടനെ തുപ്പുക. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മുറ്റത്തേക്ക് തുപ്പുന്നു. അവിടത്തെ വായിൽ നിന്നതാ ഒരു മാംസത്തിന്റെ കട്ട പുറത്തു ചാടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമാനുഷിക സിദ്ധിയുടെ ഭാഗമാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, നീ കണ്ടോ, ആ സഹോദരിയുടെ മാംസമാണ് നീ തിന്നത്. നമ്മൾ സാധാരണ ആളുകളെ പരിചയപ്പെടുത്താൻ വേണ്ടി പറയാറുണ്ട്, ആ കുള്ളൻ
അല്ലെങ്കിൽ ആ നീണ്ട മനുഷ്യൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ആ തരത്തിലുള്ള പേര് പറഞ്ഞ് നമ്മളൊരാളെ പരിചയപ്പെടുത്തുന്നത് അയാൾക്ക് ഇഷ്ടമില്ലാത്ത പേരാണോ വിളിക്കുന്നതെങ്കിൽ അത് ഗീബത്താണ്, അത് മാരകമായ തെറ്റാണ്. അതേ സമയത്ത് അയാളെ അങ്ങനെയുള്ള പേരുകൊണ്ടല്ലാതെ അറിയപ്പെടുന്നില്ല എങ്കിൽ നമ്മൾ എന്തു വേണം? നമ്മൾ അയാളെ ആ പേരുകൊണ്ട് വിളിക്കാതെ ജനങ്ങൾ ഇന്ന ആള് എന്ന് വിളിക്കുന്ന ആള് എന്ന് പരിചയപ്പെടുത്തണം. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യരുത്? അയാളെ ആ പേരുകൊണ്ട് വിളിക്കാൻ പാടില്ല. അത് വലിയ തെറ്റാണ്. ആ തെറ്റിൽ നിന്ന് ജനങ്ങൾ പിന്മാറാൻ വേണ്ടി അതിനെ അല്ലാഹു തആല ഉപമിക്കുന്നത് എങ്ങനെയാണ്? വലാ യഅതബ് ബഅ്ളുകും ബഅ്ളാ അയുഹിബ്ബു അഹദുക്കും അൻ യഅകുല ലഹ്മ അഖീഹി മൈതൻ ഫകരിഹ്തുമൂ. ഓ മുഅ്മിനീങ്ങളെ, വലാ യഅതബ് ബഅ്ളുകും ബഅ്ളാ, നിങ്ങളാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഗീബത്ത് പറയരുത്. ഒരാൾക്കും ഇഷ്ടമില്ലാത്തത് നിങ്ങൾ പറയരുത്. എന്നിട്ട് അല്ലാഹു ചോദിക്കുന്നു, അതേതുപോലെയാണ് ആ സംസാരം? അയുഹിബ്ബു അഹദുക്കും, നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ? അൻ യഅകുല ലഹ്മ അഖീഹി മൈതാ, തന്റെ സഹോദരന്റെ മാംസം മരണപ്പെട്ട രീതിയിൽ മയ്യത്തായി കിടക്കുന്ന ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് മാംസം തിന്നാൻ നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? ഇല്ലല്ലോ. ഫകരിഹ്തുമൂ, അത് നിങ്ങൾക്ക് വെറുപ്പ് തോന്നുമെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് വെറുപ്പ് തോന്നേണ്ട വിഷയമാണ് നിങ്ങളെ സഹോദരനെ സംബന്ധിച്ച് ഇഷ്ടമില്ലാത്തത് പറയൽ, ഗീബത്ത് പറയൽ. ഈ ഉദാഹരണത്തിലൂടെ അള്ളാഹു ലക്ഷ്യം വെക്കുന്നത്, ആ ശൈലിയിൽ പറഞ്ഞാൽ ഗീബത്ത് ഹറാമാണ് എന്ന് പറഞ്ഞാൽ അതിനുള്ള ഗൗരവമല്ല, അതൊരു മനുഷ്യന്റെ മയ്യത്തിൽ നിന്ന് മാംസം പറിച്ചു തിന്നുന്നതിന് സമാനമാണ് എന്ന് പറയുമ്പോൾ ആ വിഷയത്തോട് അങ്ങേയറ്റത്തെ വിരക്തിയും അകൽച്ചയും ശ്രോതാക്കളുടെ ഹൃദയത്തിൽ ഉണ്ടാക്കുന്നു. ഇങ്ങനെയുള്ള ഒട്ടേറെ ലക്ഷ്യങ്ങൾ ഈ ഉപമകൾ അവതരിപ്പിക്കുന്നതിന്റെ പിന്നിൽ ഉണ്ട്. അങ്ങനെയുള്ള ഉപമകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു 4-5 ഉപമകൾ മാത്രമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത്. ഒന്നാമതായി, പരിശുദ്ധ ഇസ്ലാം എന്ന് പറയുന്നത് 2 പാർട്ടാണ്. ഒന്ന് ഉസൂലുദ്ദീൻ, അടിസ്ഥാന വിശ്വാസ സിദ്ധാന്തങ്ങളാണ്. രണ്ടാമത്തേത് ഫുറൂഉദ്ദീൻ, കർമ്മപരമായ കാര്യങ്ങളാണ്. ഇത് രണ്ടും കൂടിയ ഒന്നാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഈ വിശ്വാസകാര്യത്തെയും കർമ്മപരമായ വിഷയത്തെയും നാം ഉൾക്കൊള്ളുന്നതിനും മനസ്സിലാക്കുന്നതിനും വേണ്ടി വളരെയധികം ശ്രദ്ധേയമായ ചിന്തനീയമായ ഒട്ടേറെ ഉദാഹരണങ്ങൾ അല്ലാഹുവിന്റെ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതിലൊരു ഉദാഹരണം വളരെ ശ്രദ്ധയോടെ അല്ലാഹു വളരെ നല്ല ശൈലിയിൽ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നു. അലം തറ കൈഫ ളറബല്ലാഹു മസലൻ കലിമതൻ ത്വയ്യിബ കശജറത്തിൻ ത്വയ്യിബ അസ്ലുഹാ സാബിതുൻ വഫർഉഹാ ഫിസ്സമാഅ തുഅതി ഉകുലഹാ കുല്ലഹീനിൻ ബിഇദ്നി റബ്ബിഹാ വയദ്രിബുല്ലാഹുൽ അംസാല ലിന്നാസി ലഅല്ലഹും യതദക്കറൂൻ. അലം തറ കൈഫ ളറബല്ലാഹു മസലാ, ഓ മനുഷ്യ, അലം തറ, നീ കണ്ടില്ലയോ, നീ അറിഞ്ഞില്ലയോ? കൈഫ ളറബല്ലാഹു മസലാ, അല്ലാഹു എപ്രകാരമാണ് ഉപമ പറഞ്ഞു തന്നിരിക്കുന്നത്. എന്തിനുള്ള ഉപമ? കലിമത്തൻ ത്വയ്യിബ, ആ പരിശുദ്ധ വചനത്തിന്റെ ഉപമ. പരിശുദ്ധമായ വചനം അതേതാണ്? ഇബ്നു അബ്ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അല്ലാഹു പരാമർശിച്ച കലിമത്തുൻ ത്വയ്യിബ അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്താകുന്നു. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എൻ്റെ പൂർവസൂരികളായ സർവപ്രവാചകന്മാരും ഇവിടെ പറഞ്ഞ ഏറ്റവും നല്ല വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാചകമാകുന്നു. അതിനെ സംബന്ധിച്ചാണ് അല്ലാഹു തആല കലിമത്തുൻ ത്വയ്യിബ, നല്ല വചനം എന്ന് പരാമർശിച്ചിട്ടുള്ളത്. അത് ഏതുപോലെയാണ്? എന്തിനോടാണ് അല്ലാഹു അതിനെ ഉപമിക്കുന്നത്?
കശജറത്തിൻ ത്വയ്യിബ, അത് നല്ല ഒരു വൃക്ഷം പോലെയാണ്, ഒരൊന്നാം തരം നല്ല മരം പോലെയാണ്. ത്വയ്യിബത്ത് എന്ന് പറഞ്ഞാൽ തീബ് എന്ന പദത്തിൽ നിന്ന് വരുന്നതാണ്, സുഗന്ധം എന്നാണല്ലോ തീബ് എന്ന് പറഞ്ഞാൽ. ആ മരം കാണുന്നത് നമുക്ക് ആനന്ദം തരുന്നു. ആ മരത്തിന്റെ ഓരോ അംശവും ഭാഗവും നമുക്ക് നന്മ തരുന്നു. എല്ലാ അർത്ഥത്തിലുമുള്ള നന്മ ഉള്ള ഒരു മരത്തിനാണ് കലിമത്ത് ശജറത്തുൻ ത്വയ്യിബ, നല്ല വൃക്ഷം എന്ന് പറയുക. ആ വൃക്ഷം ഏതാണ്? അവിടെ രണ്ട് വിഷയമുണ്ട്. ഒന്ന്, ഈ വൃക്ഷം ഏതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ചോദിക്കുന്നു. മഹാനായ സയ്യിദുന ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമ പറയുകയാണ്, ഞങ്ങളെല്ലാവരും തിരുനബിയുടെ സദസ്സിലിരിക്കുന്ന സമയത്ത് അവിടുന്ന് ചോദിക്കുന്നു, അഖ്ബിറൂനി ബിശജറത്തിൻ മസലുഹാ മസലുൽ മുഅ്മിൻ, നിങ്ങൾക്കാർക്കെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ പറയണം, സത്യവിശ്വാസിയോട് അള്ളാഹു ഉപമിച്ച ഒരു മരമുണ്ട്, സത്യവിശ്വാസിയെ അള്ളാഹു ഉദാഹരിച്ച ഒരു വൃക്ഷമുണ്ട്. ആ വൃക്ഷത്തിന്റെ പേര് പറയാൻ കഴിയുമോ? അടയാളം ഞാൻ പറയാം. തൂത്തി ഉക്കുലഹാ കുല്ലഹീൻ, എല്ലാ സീസണിലും അതിന്റെ പഴം നിങ്ങൾക്ക് ഭക്ഷിക്കാൻ കിട്ടും. ഏത് കാലത്തും അതിന്റെ പഴം കിട്ടും. ആ രീതിയിൽ അത് സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന പഴമാണ്. അതോടൊപ്പം തന്നെ വലാ തഹുത്തു വറക്കുഹ, ആ മരത്തിന്റെ ഇല കൊഴിഞ്ഞു പോകാറില്ല. അതും ആ മരത്തിന്റെ ഒരടയാളമാണ്. ഈ മരത്തിന്റെ പേര് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്ന് ഞങ്ങളെ സദസ്സിൽ വെച്ച് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ, ഞാനന്ന് ചെറിയൊരു കുട്ടിയാണ്, ഇബ്നു ഉമർ റഹിമഹുല്ലാഹ് പറയുന്നു, ഫവഖഅ ഫീ നഫ്സി, എന്റെ മനസ്സിൽ ഉടനെ തന്നെ തോന്നി, നബിതങ്ങളാ പറഞ്ഞ മരം അന്നഖ്ല, അത് കാരക്ക മരമായിരിക്കാനാണ് സാധ്യത. പക്ഷേ ഫകരിഹ്തു അൻ അതകല്ലം, അത് തുറന്നു പറയാൻ ഞാൻ ഭയന്നു, അല്ലെങ്കിൽ ഞാൻ വിഷമിച്ചു. കാരണം എന്താണ്? വസമ്മ അബൂബക്കറിൻ വ ഉമറു റളിയല്ലാഹു തആല അൻഹുമ, അവിടെ എന്റെ ഉപ്പയായ ഉമർ ഖത്താബ് തങ്ങളുണ്ട്. ഏറ്റവും പ്രഗൽഭനായ പ്രവാചകന്റെ ശിഷ്യൻ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഉണ്ട്. അത്തരത്തിലുള്ള പ്രഗൽഭരെല്ലാം അവിടെ ഇരിക്കുന്നു. ഫലമ്മാ ലം യതകല്ലമാ, അവർ രണ്ടാളും ഉൾപ്പെടെയുള്ള ആരും മറുപടി പറഞ്ഞില്ല. ഇവരുള്ളതുകൊണ്ട് ഞാനും അത് പറഞ്ഞില്ല. അങ്ങനെ അതാ ഖാലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, എല്ലാവരും മൗനം അവലംബിച്ചപ്പോ അള്ളാഹിന്റെ റസൂൽ തന്നെ അത് തുറന്നു പറഞ്ഞു, അന്നഖ്ല, ആ നല്ല വൃക്ഷം എന്ന് പറഞ്ഞത് അത് ഈന്തപ്പനമരമാകുന്നു. അങ്ങനെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫലമ്മാ ഖറജ്തു മഅബി, ക്ലാസ് കഴിഞ്ഞ് ഞാൻ വാപ്പയുടെ കൂടെ നടന്നു പോകുമ്പം ഖുൽതു, ഞാൻ പറഞ്ഞു, യാ അബതാ വഖഅ ഫീ നഫ്സി അന്നഖ്ല, നബിതങ്ങൾ ചോദിച്ചപ്പോഴേക്ക് എന്റെ മനസ്സിൽ ഉണ്ടായിരുന്നു അത് കാരക്കമരമാണെന്ന്. എന്നാൽ ഉമർ തങ്ങൾ എന്നോട് വാപ്പ ചോദിച്ചു, മാ മനഅക അൻ തഖൂലഹ, മോനെ എന്തേ നീ അത് പറയാതിരുന്നത്? ലൗ കുന്ത ഖുൽതഹ കാന അഹബ്ബ ഇലയ്യ മിൻ കദാ വകദാ, നീ അത് പറയണ്ടടാ, ഈ എന്ത് മനുഷ്യനാ. ഈ വാപ്പക്ക് വലിയ സന്തോഷല്ലേ, ഈ ആളുടെ എന്ന് ഒരു കിസ് മത്സരത്തിൽ ഒരു ചോദ്യം ചോദിച്ചതിന് മറുപടി എനിക്കാ കിട്ടിയതെങ്കിൽ, ഫസ്റ്റ് നിനക്കാണ് കിട്ടിയതെങ്കിൽ വാപ്പക്കൊരു അഭിമാനല്ലേ, നീ അത് പറയണ്ടേ എന്ന് ചോദിക്കുകയാണ് ഉമർ റളിയല്ലാഹു അൻഹു. ആ സമയത്ത് അതാ നല്ല ഗുരുത്വമുള്ള ആ കുരുന്ന് പറഞ്ഞ മറുപടി എന്താണ്? വാപ്പാ, മാ മനഅനി ഇല്ലാ അന്നീ ലം അറക വലാ അബൂബക്കറിൻ തകല്ലംതു മാ ഫകരിഹ്തു. അവിടൊന്നും മഹാനായ സിദ്ദീഖ് തങ്ങളും ആ സദസ്സിലുണ്ടായിട്ട് അവരൊന്നും മിണ്ടിയില്ലല്ലോ. ഞാൻ ചിന്തിച്ചു, അവരൊന്നും ഇതിന്റെ ഉത്തരം അറിയാത്തത് കൊണ്ടായിരിക്കില്ല. അല്ലെങ്കിൽ ഈ മുതിർന്ന ആളുകൾ ഒന്നും പറയാത്ത സമയത്ത് കുട്ടിയായ ഞാൻ അവിടെ മര്യാദയില്ലാതെ എഴുന്നേറ്റ് വല്ലതും പറഞ്ഞാൽ അത് അദബുകേടായി പോകുമോ എന്ന് മനസ്സിലാക്കി പറയാതിരുന്നതാണ് വാപ്പാ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ മറുപടി ഉമർ ഖത്താബ് തങ്ങളെ സന്തോഷിപ്പിക്കുകയാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു കിതാബുൽ അദബ്, മര്യാദ പാലിക്കേണ്ട വിഷയങ്ങളെ എണ്ണി എണ്ണി പറയുന്ന അധ്യായത്തിലാണ് ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുള്ളത്. കുട്ടികൾ മുതിർന്നവരെ മുമ്പിൽ പാലിക്കേണ്ട മര്യാദകളിൽ ഒന്നുകൂടിയാണിത്.
എന്നാൽ മത്സരത്തിന് വേണ്ടിയുള്ള ചോദ്യങ്ങളാകുമ്പോ അവിടെ ഇങ്ങനെ എഴുന്നേറ്റ് ചാടിപ്പറയാം. ഈ സമയത്ത് അദബ് പാലിക്കണമെന്നാണ് അവിടെ പഠിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ അല്ലാഹു തആല ഉപമിച്ച വൃക്ഷമേതാണ്? കശജറത്തിൻ ത്വയ്യിബാ, അത് കാരക്കമരമാണ്. ആ കാരക്കമരത്തെ ആരോടാണ് ഉപമിച്ചിരിക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് അത് ഉപമിച്ചിരിക്കുന്നത്? അത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മസലുൽ മുഅ്മിനീ, അത് സത്യവിശ്വാസം സ്വീകരിച്ച അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം സ്വീകരിച്ച മുഅ്മിനായ മനുഷ്യനെയാണ് അല്ലാഹു കാരക്കമരത്തോട് ഉപമിച്ചിരിക്കുന്നത്. അവൻ ആരെപ്പോലെയാണ്? മുഅ്മിനായ മനുഷ്യൻ കാരക്കമരം പോലെയാണ്. എന്താണ് കാരക്കമരത്തിന്റെ പ്രത്യേകത? അല്ലാഹു ഒരു മരത്തോട് ഈമാനുള്ള മനുഷ്യൻ ഉപമിച്ചിട്ടുണ്ടെങ്കിൽ ആ മരത്തിന് ഒട്ടേറെ പ്രത്യേകതകൾ ഉണ്ടാകും. അതിലൊന്ന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം എടുത്തു പറഞ്ഞ ഒന്നുണ്ട്. അതെന്താണ്? അക്രിമൂ അമ്മതകും. തിരുനബി പറയുന്നു, നിങ്ങളുടെ അമ്മായിയെ നിങ്ങൾ ആദരിക്കണം. അമ്മായി എന്ന് പറഞ്ഞാൽ ആരാ? നമ്മുടെ വാപ്പയുടെ പെങ്ങളാണ്. വാപ്പയുടെ പെങ്ങൾക്കാണല്ലോ സാധാരണ അമ്മായി എന്ന് പറയുക. ആ അമ്മായി നിങ്ങൾ ആദരിക്കണമെന്ന് പറഞ്ഞു. ഖാലു, സ്വഹാബത്ത് ചോദിച്ചു, മൻ അമ്മതുനാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ആരാണ് ഞങ്ങളുടെ അമ്മായി? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്നഖ്ല, കാരക്കമരം നിങ്ങളുടെ അമ്മായിയാണ്. സുബ്ഹാനല്ലാഹ്, എങ്ങനെയാണ് ഒരു മരം നമ്മുടെ അമ്മായിയാകുന്നത്? പണ്ഡിതന്മാര് പറയുന്നു, ഇന്നല്ലാഹ ലമ്മാ സവ്വറ ആദമ മിനത്വീൻ, കളിമണ്ണിൽ നിന്ന് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു രൂപപ്പെടുത്തിയപ്പോൾ ഫളലത്ത് ഖിതഅതു തീനിൻ, ഒരൽപ്പം മണ്ണ് അതിൽ ബാക്കി വന്നു. ഫസവ്വറഹാ ബിയദിഹി, ആ മണ്ണ് ഉപയോഗിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഈന്തപ്പനത്തിന് രൂപകൽപ്പന ചെയ്യുന്നത്. വഗറസഹാ ഫീ ജന്നത്തി അദ്ൻ, ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. അങ്ങനെ ജന്നാത്തുൽ അദ്നിൽ ഈ കാരക്ക മരത്തെ അല്ലാഹു നട്ടുപിടിപ്പിക്കുന്നു. അപ്പോൾ മഹാനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നിർമ്മാണത്തിന് വേണ്ടി ശേഖരിക്കപ്പെട്ട മണ്ണ് ബാക്കി വന്നപ്പോൾ ആ മണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണ് ഈന്തപ്പന മരം എന്ന് വന്നാൽ അത് ആദം നബിയുടെ ബാക്കിയാണ്, ബഖിയത്താണ്. അത് നമ്മുടെ അമ്മായിയാണ്. അതുകൊണ്ട് നിങ്ങൾ കാരക്കമരത്തെ ആദരിക്കണം. അറബികൾ ഇപ്പോഴും കാരക്കമരത്തിന് വലിയ ബഹുമാനം കൽപ്പിക്കും. അതിൽ നിന്നും ഒരു പഴം വീണാൽ അത് താഴെ കണ്ടാൽ അത് വേഗം എടുത്ത് ഉയരത്ത് വെക്കും. അതിന്റെ താഴെ മൂത്രമൊഴിക്കുകയോ കാഷ്ടിക്കുകയോ മാലിന്യങ്ങൾ കൊണ്ടിടുകയോ ചെയ്യില്ല. വളരെ വൃത്തിയോടുകൂടെയാണ് അതിനെ സൂക്ഷിക്കുക. ആ മരത്തെ വെട്ടി നശിപ്പിക്കാൻ പാടില്ല. ആ മരത്തെ അവഹേളിക്കാൻ പാടില്ല. അതിന് വലിയ ബഹുമാനവും പ്രാധാന്യവും കൽപ്പിച്ചുകൊണ്ടാണ് ഇന്നും അറബ് നാടുകളിൽ അവരുടെ പ്രധാനപ്പെട്ട ഒരു ചിഹ്നമായി അവർ ഈ വൃക്ഷത്തെ കാത്തു സൂക്ഷിക്കുകയാണ്. കാരണം അത് മനുഷ്യനുമായി ബന്ധമുള്ള ഒരു വൃക്ഷമാണ്. മാത്രമല്ല ഈ മരത്തിന് വേറെയും ഒരുപാട് പ്രത്യേകതകൾ മഹാന്മാര് പറയുന്നു. മറ്റൊന്നെന്താണ്? അന്നഹാ ബിറസിഹാ തബ്ഖി, ഈ മരം അതിന്റെ തല കൊണ്ടാണ് നിലനിൽക്കുന്നത്. നമ്മുടെ നാട്ടിലെ പ്ലാവും തെങ്ങും അതുപോലുള്ള വൃക്ഷങ്ങളും തല വെട്ടിയാലും അത് നശിക്കാതെ വീണ്ടും അത് കിളിർത്ത് നിലനിൽക്കുമെങ്കിൽ നമ്മളെ നാട്ടിലെ തെങ്ങിന് സമാനമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ മരം തല പോയാൽ പിന്നെ ഈന്തപ്പന രണ്ടാമത് പൊടിച്ചു വരൂല. മനുഷ്യന്റെ മാതിരിയാ. തല പോയാൽ ബാക്കിയൊന്നും പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. തല പോയാൽ പിന്നെ അവന് ജീവൻ ഉണ്ടാവില്ല. ഇതുപോലെ തല പോയാൽ നിലനിൽപ്പില്ലാത്ത വൃക്ഷമാണ് ഈന്തപ്പന. അതുപോലെ അതിന് വേറെ ഒരു പ്രത്യേകതയുണ്ട്. വസംറുഹാ ബിംതിസാജി ദക്കരി വല്ലുൻസാ, സാധാരണ വൃക്ഷങ്ങളിലും പുഷ്പങ്ങളിലും സസ്യലതാദികളിലുമെല്ലാം അതിന്റെ പ്രത്യുൽപാദനം നടക്കാൻ പരാഗണം നടത്തുന്നത് പ്രധാനമായും പ്രാണികളും കാറ്റുകളുമാണ്. ഖുർആൻ തന്നെ പറഞ്ഞത് കാണാം. പരാഗണം നടത്താൻ ആൺപൂവിന്റെ പൊടി പെൺപൂവിലെത്തിക്കാൻ
നാം കാറ്റിന് നിയോഗിച്ചിരിക്കുന്നു. ഭൂമിയുടെ അടിഭാഗത്തുകൂടെ അടിക്കുന്ന അടിക്കാറ്റുകൾ, ഇതാണ് പ്രധാനമായും പൂക്കളിൽ പരസ്പരം നമ്മുടെ വയലുകളിൽ നമ്മൾ നട്ടുപിടിപ്പിക്കുന്ന പച്ചക്കറികൾ ഉൾപ്പെടെയുള്ളതിൽ പ്രത്യുൽപാദനം നടക്കാൻ, കായ രൂപപ്പെടാൻ ആൺപൂവിന്റെയും പെൺപൂവിന്റെയും പൊടി പെൺപൂവിൽ അത് കാറ്റ് മുഖേന നടക്കുന്നു. അതുപോലെ ഔഹാ റബ്ബുക ഇലൻ നഹ്ലി അനിത്തഖിദീ മിനൽ ജിബാലി ബുയൂതൻ വമിനശ് ശജരി വമിമ്മാ യഅരിശൂൻ എന്ന് തുടങ്ങി ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് കാണാം. തേനീച്ചകൾ പോലുള്ള പ്രാണികളോട് അല്ലാഹു നിർദ്ദേശിച്ചു, നിങ്ങൾ സുമ്മ കുലീ മിൻ കുല്ലി സമറാത്തി ഫസുലുകി സുബുല റബ്ബികി ദുലുലാ, എല്ലാ പുഷ്പങ്ങളിലും ചെന്ന് നിങ്ങൾ തേൻ കുടിക്കണം. അവർ തേൻ കുടിക്കാൻ ആൺപൂവിലെത്തി. അവിടെ നിന്ന് തേൻ കുടിച്ചാൽ അതിന്റെ കാലിൽ അള്ളിപ്പിടിക്കുന്ന പൂമ്പൊടി പെൺപൂവിലെത്തുമ്പോൾ അത് അവിടെ പിടിച്ചു. അതാണ് മത്തനും വെണ്ടയും തക്കാളിയും അതുപോലെ തേങ്ങയും മാങ്ങയും ഒക്കെയായി മാറുന്നത്. എന്നാൽ ഈ ഈന്തപ്പന എന്ന് പറയുന്ന വൃക്ഷത്തിന് കേവലം കാറ്റുകൊണ്ടോ തേനീച്ചകൾ പോലുള്ള പ്രാണി കൊണ്ടോ മാത്രം പ്രജനനമുണ്ടാകുന്നില്ല. അതിനാൽ ആൺപൂവിന്റെ പൊടി മനുഷ്യർ തന്നെ പ്രത്യേകം ചെന്ന് അത് ശേഖരിച്ചുകൊണ്ട് പെൺപുഷ്പത്തിൽ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്ന ഇടപാട് വ്യാപകമായി നടത്തേണ്ടതുണ്ട്. ഇത് ഒരു തരത്തിൽ മനുഷ്യനോടുള്ള സാദൃശ്യമാണ്. കാറ്റടിച്ചാൽ മനുഷ്യർക്ക് മക്കളുണ്ടാകൂല, തേനീച്ച വന്ന് നമ്മുടെ ശരീരത്തിൽ ഇരുന്നാലും മക്കളുണ്ടാകൂല. അതിന് ആൺബീജം അത് കൊണ്ടുപോയി നിക്ഷേപിക്കുക തന്നെ വേണം. ഇതുപോലെ ഈ വൃക്ഷത്തിന്റെ പൂമ്പൊടി അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയി നിക്ഷേപിക്കണം. അതിന് മനുഷ്യൻ ഇടപെടണം. അതിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. വേറെ കാരക്കമരത്തിന് ഒരുപാട് പാഠങ്ങൾ അല്ലാഹു തആല ഇവിടെ എടുത്തു പറഞ്ഞത് തന്നെയുണ്ട്. വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ച മറ്റു പ്രത്യേകതകൾ എന്താണ്? ഒന്ന്, അസ്ലുഹാ സാബിത്ത്. ഈ കാരക്കമരം എന്ന് പറയുന്ന നല്ല വൃക്ഷം, അതിന്റെ അടിഭാഗം അസ്ലുഹ, അതിന്റെ മുരട് സാബിത്തുൻ, അത് ഭൂമിയിൽ അതിശക്തമായി ഉറച്ചു നിൽക്കുകയാണ്. ഈ മരത്തിന്റെ ഒരു പ്രത്യേകതയാണ്. നമ്മുടെ വലിയ മരങ്ങൾക്കുള്ള തടിച്ച വേരുകളൊന്നും ഈ മരത്തിനില്ല. പക്ഷേ ഈ മരത്തിന്റെ വേര് നമ്മുടെ തെങ്ങിന്റെ വേര് പോലെ ചെറിയ നാരുകളാണ്. ഈ നാരുകളാകട്ടെ ഭൂമിയുടെ ഉള്ളറയിലേക്ക് ഇറങ്ങിപ്പോകുന്നു. ഇവയെല്ലാം ചെറിയ ചെറിയ നാരുകൾ ഒന്നിച്ചു കൂട്ടിപ്പിടിച്ച് ഐക്യത്തോടെ ഒരുമയോടെ നിൽക്കുമ്പോൾ അതിശക്തമായ ഉറപ്പാണ് ഈന്തപ്പനയുടെ മുരട് ഭാഗത്തിനുള്ളത്. അത് ഭൂമിയിലേക്ക് ഊർന്നിറങ്ങിയിട്ടതാ ശക്തമായി നിലകൊള്ളുകയാണ്. അത് ഈ മരത്തിന്റെ ഒരു സവിശേഷതയാണ്. അതുകൊണ്ട് തന്നെ ഏത് കാലാവസ്ഥയിലും നിലനിൽക്കാൻ ഈന്തപ്പന മരത്തിനാവുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഈന്തപ്പനയുടെ ഒരു പ്രത്യേകതയാണത്. വെള്ളം എത്ര അടിയിലാണെങ്കിലും അവിടെ പോയി ഈ വേരുകൾ അത് തേടിപ്പിടിച്ചു കൊണ്ടുവരുന്നു. ഈന്തപ്പന ഉണ്ടാകുന്ന മണ്ണ് നോക്കൂ, നമ്മുടെ നാട്ടിനെ പോലെ 6 മാസക്കാലം മഴ കിട്ടുന്ന ഭൂമിയിലല്ല, വർഷത്തിൽ 1 or 2 മഴ മാത്രം ലഭിക്കുന്ന അതിശക്തമായ ഉഷ്ണമേഖലയിലാണല്ലോ ഈ മരം നിലനിൽക്കുന്നത്. അത്തരമൊരു പ്രദേശത്ത് ഇല പോലും ഉണങ്ങാതെ, ഇല പോലും കൊഴിഞ്ഞു വീഴാതെ ഈ മരത്തിന് നിലനിൽക്കാൻ സാധിക്കുന്നത് ഇതിന്റെ താഴ്വേരുകളുടെ പ്രത്യേകതയാണ്. വല്ലാത്ത കുറ്റിയുറപ്പും അടിയുറപ്പും അതിനുണ്ട്. ഇതുപോലെ അതിശക്തമായ പ്രതിരോധ ശേഷിയാണ് അത് മുഖേന ഈ മരം നേടിയിട്ടുള്ളത്. അറബ് നാടുകൾ നമുക്ക് കാണാൻ കഴിയുന്നു. പകൽ സമയത്ത് നല്ല മണൽക്കാറ്റുണ്ടാകും. ആ ശക്തമായ കാറ്റിൽ ഈ വൃക്ഷം മറഞ്ഞു വീണു പോകണം. പക്ഷേ അതിന് അല്ലാഹു തആല സംവിധാനിച്ചത് എങ്ങനെയാണ്? വഫർഉഹാ ഫിസ്സമാ, മേൽഭാഗത്തുള്ള അതിന്റെ ചില്ലകൾ, പന്തൽ വിരിച്ചിരിക്കുന്ന ആ ചില്ലകൾ, ഓലകൾ ഒരു പ്രത്യേക രീതിയിലാണ് അതിന്റെ രൂപകൽപ്പന അല്ലാഹു ചെയ്തിട്ടുള്ളത്. ഏകദേശം നമ്മുടെ തെങ്ങോലയോട് അതിന് സാമ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ചില പണ്ഡിതന്മാർ ഈ വൃക്ഷത്തെ തെങ്ങിനോട് ഉപമിച്ചു പറഞ്ഞതായും നമുക്ക് കാണാൻ കഴിയും. എന്താണ് അതിന്റെ ഓലയുടെ പ്രത്യേകത? മേൽഭാഗം നല്ല മിനുസുണ്ടാവും. മിനുസുണ്ടാവുന്നു മാത്രമല്ല, അതിങ്ങനെ 2 സൈഡിലേക്ക് ഇങ്ങനെ കുനിഞ്ഞിട്ടുണ്ടാവും. 2 ഇലകൾക്കിടയിൽ അത്യാവശ്യം വിടവുണ്ടാവും. എത്ര ശക്തമായ ചുഴലിക്കാറ്റ് വന്നാലും ഈ ഓലകൾ ഇങ്ങനെ സൈഡ് ഒഴിഞ്ഞു കൊടുക്കും. ആ കാറ്റുള്ളിൽ കൂടെ അവിടെ പോകും.
കാറ്റിന്റെ തലക്ക് പിടിക്കൂല. അല്ലാഹുവിന്റെ സംവിധാനങ്ങളാണ്, അവന്റെ രൂപകൽപ്പനയാണ്. ഇങ്ങനെ ഏത് പ്രതികൂല കാലാവസ്ഥയിലും വെള്ളമുള്ളയിടത്ത് ചെന്നിറങ്ങി അത് ശേഖരിച്ച് നിലനിൽക്കാനും അതിശക്തമായ ചൂടിനെയും പൊടിക്കാറ്റിനെയും പ്രതിരോധിച്ച് നിൽക്കാനും ഈ മരത്തിന് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസിയായ മുഅ്മിന് യോജിച്ച ഉദാഹരണമാണ് ഈ മരം. ഈമാനിനെതിരെ എത്ര ശക്തമായ കൊടുങ്കാറ്റടിച്ചാലും മണൽക്കാറ്റു പാറിയാലും ഏത് പ്രതികൂല കാലാവസ്ഥയിലാണെങ്കിലും അടിപതറാതെ പിടിച്ചു നിൽക്കുന്നവനാണ് മുഅ്മിൻ. ഇത്ര വശ്യമായ ശൈലിയിലാണ് അല്ലാഹു നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത്. മാത്രമല്ല പിന്നെ അല്ലാഹു പറയുന്നത് തൂതീ ഉകുലഹാ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബിഹാ. ആ വൃക്ഷത്തെ രൂപകൽപ്പന ചെയ്ത അല്ലാഹുവിന്റെ അനുമതിയോടുകൂടി എല്ലാ സീസണിലും ആ മരത്തിന്റെ പഴം നിങ്ങൾക്കത് നൽകിക്കൊണ്ടിരിക്കുന്നു. നമ്മളെ മാങ്ങയും ചക്കയൊന്നും പോലല്ല, അതിനൊക്കെ പ്രത്യേക സീസൺ ഉണ്ട്. ആ സീസൺ കഴിഞ്ഞാൽ മാങ്ങയെ അതിന്റെ ശരിയായ രുചിയോടെയും രൂപത്തോടെയും നമുക്ക് ഉപയോഗിക്കാൻ കിട്ടൂല. ഒരു കുറഞ്ഞ കാലം ഒരു മാങ്ങ നിലനിൽക്കും. എന്നാൽ ഈന്തപ്പന തരുന്ന വിഭവം അത് കിട്ടാത്ത കാലമില്ല. ഹജ്ജിനൊന്നും നമ്മൾ പോകുന്ന സമയത്ത് സാധാരണ അത് ഉണ്ടാവുന്ന സമയമല്ല. പക്ഷേ യഥേഷ്ടം നമുക്ക് അവിടുന്ന് വാങ്ങാൻ കിട്ടും. എന്താ? ഈ പഴത്തിന് അള്ളാഹു കൊടുത്തൊരു പ്രത്യേകതയാണ്, നാശം കൂടാതെ കുറേ കാലം അതിന് നിലനിൽക്കാനുള്ള കഴിവുണ്ട്. അത് പല രീതിയിലും അതിനെ സംരക്ഷിക്കാനും സൂക്ഷിക്കാനുമുള്ള കഴിവുണ്ട്. ഏത് സമയത്തും ഇതിന്റെ ഉൽപ്പന്നം നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാകുന്നു. ഈ വിധത്തിലുള്ള വൃക്ഷമാണ് കാരക്കമരം. എന്നിട്ട് അല്ലാഹു ഉദാഹരിച്ചുകൊണ്ട് പറയുന്നു, യദ്രിബുല്ലാഹുൽ അംസാല ലിന്നാസി ലഅല്ലഹും യതദക്കറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് മനുഷ്യർ ചിന്തിക്കാൻ വേണ്ടിയാണ്, ആലോചിക്കാൻ വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ഓർക്കുക, എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ നമ്മെ പഠിപ്പിച്ച പ്രധാനപ്പെട്ട ആശയം? സത്യവിശ്വാസിയായ മനുഷ്യൻ അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന പവിത്ര വചനം, അത് ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസമാണ്, കലിമത്തു തൗഹീദാണ്. അത് മനസ്സിൽ അങ്കുരിച്ച, അത് മനസ്സിൽ വേരുപിടിച്ച ഒരു സത്യവിശ്വാസി ഏത് പ്രതികൂല കാലാവസ്ഥ ഉണ്ടായാലും, ഈമാനിന്റെ നിലനിൽപ്പിനെ വെല്ലുവിളിക്കുന്ന ഏത് രീതിയിലുള്ള പ്രതിസന്ധി നേരിട്ടാലും, ഈന്തപ്പന കൊടുങ്കാറ്റിനെയും അത്യുഷ്ണത്തെയും ചുഴലിക്കാറ്റിനെയും മഴയില്ലായ്മയെയും ഒക്കെ പ്രതിരോധിച്ച് നിൽക്കുന്നത് പോലെ പതറാതെ പിടിച്ചു നിൽക്കുന്നവനാകും സത്യവിശ്വാസി. നമുക്ക് ധാരാളം വിശ്വാസികളെ ഉദാഹരണം പറയാൻ കഴിയും. പരത്തി പറയാൻ നമ്മുടെ മുമ്പിൽ സമയമില്ല. മഹാനായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കാ പട്ടണത്തിൽ ആരോരും അറിയാതെ വളരെ രഹസ്യമായി പ്രബോധനം ആരംഭിച്ച കാലഘട്ടം. ആ സമയത്ത് നമുക്ക് കാണുന്നു, ഇന്ന് സൊഫ എന്ന് പറയുന്ന കുന്നുള്ള ഭാഗത്ത് അവിടെ അതാ ഒരു ചെറിയ വീടുണ്ട്. മഹാനായ അർക്കം റളിയല്ലാഹു അൻഹുവിന്റെ ഭവനമാണ്. ദാറുൽ അർക്കം എന്നാണ് ആ വീടിന് പേര്. ആദ്യകാലത്തെ ഇസ്ലാമിക പ്രചരണങ്ങളുടെ യോഗം നടന്നത് ആ വീടുകളിൽ വെച്ചായിരുന്നു. വിരലിലെണ്ണാവുന്ന വ്യക്തികൾ അവിടെ വന്ന് പ്രവാചകനിൽ വിശ്വാസമർപ്പിച്ചു, അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞു. ആ സന്ദേശം കേൾക്കുന്നത് ആരാണ്? മക്കയിലെ പ്രധാനപ്പെട്ട സമ്പന്നരിൽ ഒരാളാണ് ഉമൈർ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തിന്റെ സൗന്ദര്യമുള്ള നല്ലൊരൊന്നാന്തരം ചെറുപ്പക്കാരനാണ് മിസ്അബ് ഇബ്നു ഉമൈർ. അദ്ദേഹം അതാ വീട്ടിൽ നിരന്തരം വിവാഹാലോചന വന്നുകൊണ്ടിരിക്കുന്ന സമയം മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകത, ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുറിച്ചു വെച്ചതുപോലെയാണെന്നാണ് പറയുന്നത്. പുന്നാര നബിയുടെ മുഖത്ത് നോക്കിയാൽ എങ്ങനെ അതിനോട് സാദൃശ്യമായ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് മഹാനായ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവാണ്. മക്കയിലെ ഏത് വീട്ടിലും ആ ചെറുപ്പക്കാരനെ പുതുമണവാളനായി കിട്ടാൻ ആഗ്രഹിച്ച പെൺകൊടിമാരുണ്ട്. ഓരോ കുടുംബത്തിൽ നിന്നും അത് ആലോചനകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഓരോരോ കാര്യം പറഞ്ഞ് ഈ ആലോചന ഇങ്ങനെ വരുന്ന സമയത്ത് ഉമൈറിന്റെ കുടുംബം അവരെങ്ങനെ തിരിച്ചയക്കുന്നു? അവർക്കൊരു ഡിമാൻഡ്. കാരണം ഇങ്ങനെ ആളിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ആട് കൊടുക്കരുതല്ലോ. അപ്പൊ കുറെ ഇങ്ങോട്ട് വരട്ടെ, നമുക്കൊരു ക്രെഡിറ്റ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് മൂപ്പരെന്താക്കിയില്ല, പെട്ടെന്ന് വിവാഹം ചെയ്തു കൊടുത്തില്ല.
ആ സമയത്താണ് മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ദാറുൽ അർഖമിൽ നിന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശുദ്ധ വചനത്തെ കേൾക്കാൻ ഇടയാകുന്നു. പരിശുദ്ധ ഖുർആനിന്റെ വശ്യമായ ശൈലിയിലുള്ള പാരായണം ശ്രദ്ധിക്കുന്നു. ഇത് അല്ലാഹുവിന്റെ കലാമു തന്നെ എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ടതാ ബഹുമാനപ്പെട്ടവർ ഈ മതത്തിലേക്ക് കടന്നു വരുന്നു. വളരെ സ്വകാര്യമായി ദിവസങ്ങളോളം മഹാനവറുകൾ അത് കാത്തു സൂക്ഷിച്ചു. വീട്ടുകാർ ഇസ്ലാമിന്റെ ബദ്ധവൈരികളാണ്. ഖുറൈശികളുടെ തലവന്മാരിൽ ഒരാളാണ് ഉമൈർ. അദ്ദേഹത്തിന്റെ ഉമ്മയാണെങ്കിലോ അതിനേക്കാൾ വലിയ പരാക്രമിയാണ്. ഉമ്മ അറിയുന്നതാണ് മിസ്അബ് തങ്ങൾക്ക് ഏറ്റവും വലിയ പേടി. അങ്ങനെ സ്വകാര്യമാക്കി വെച്ചെങ്കിലും മിസ്അബ് റളിയല്ലാഹുവിന്റെ ജീവിതത്തിൽ അടിമുടി മാറ്റം, വീട്ടിലുള്ള സ്വഭാവത്തിൽ മാറ്റം, വല്ലാത്തൊരു മാറ്റം കണ്ടപ്പോൾ ഉമ്മ തന്നെ ചോദിച്ചു, മോനെ നിനക്കെന്തു പറ്റി? നീ ആ മുഹമ്മദിന്റെ വലയിലെങ്ങാനും പെട്ടുപോയോ? മിസ്അബ് റളിയല്ലാഹുവിന് അത് പുറത്തറിയിക്കാതിരിക്കാൻ നിവൃത്തിയുണ്ടായിരുന്നില്ല. ഇതറിഞ്ഞതോടെ കുടുംബമത ആദ്യം സ്നേഹപൂർവ്വം മഹാനവറുകളെ വശീകരിച്ചുകൊണ്ട് ചോദിച്ചു, മോനെ നീ കണ്ടില്ലേ ഈ കൊട്ടാരം? ഇത് നിനക്കുള്ളതാ, നിനക്കറിയുമോ? ഈ പിതാവിന്റെ കോടിക്കണക്കായ സ്വത്ത് മുഴുവനും നിനക്ക് നൽകാനുള്ളതാണ്. നീ കാണുന്നില്ലേ ഈ മക്കയിലെ ഏതെല്ലാം മുതലാളിമാരാണ് നിന്നെ പുതുമണവാളനായി കിട്ടുമോ എന്നന്വേഷിച്ച് നിരന്തരം ഇവിടെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? ഇതെല്ലാം നഷ്ടപ്പെടുത്തി മുഹമ്മദിന്റെ കൂടെ പോകുകയാണോ നിനക്ക് നല്ലത്? അതല്ല ഞങ്ങളുടെ കൂടെ തന്നെ നിൽക്കുകയാണോ? മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ കശജറത്തിൻ ത്വയ്യിബാ, അത് അടിവേരുറച്ച ഈമാനായിരുന്നു. മഹാനവറുകൾ ഈ പ്രലോഭനത്തിനൊന്നും വശംവദനായില്ല. പിന്നീട് പ്രകോപനമാണ് ആരംഭിച്ചത്. നീ എങ്ങാനും മാറാൻ തയ്യാറായില്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യും, നിന്ന ഇത് ചെയ്യും. ഭീഷണി നടക്കുന്നു. മഹാനായ മിസ്അബ് റളിയല്ലാഹു അൻഹുവിന് ഭക്ഷണം കൊടുക്കുന്നില്ല. ഉമ്മയും അമ്മാവന്മാരും ചേർന്ന് മഹാനവറുകളെ വീട്ടിൽ ദിവസങ്ങളോളം കെട്ടിയിടുന്നു. അങ്ങനെ വളരെ വിഷണ്ണനായി വീട്ടിൽ കഴിയുമ്പം അവസാനം മിസ്അബ് റളിയല്ലാഹു അൻഹു പിന്മാറാൻ സന്നദ്ധനല്ലെന്ന് ബോധ്യമായപ്പോ വാപ്പ പറഞ്ഞു, ഇനി അവനെ നമ്മൾ തുറന്നു വിടുക, എവിടെയെങ്കിലും പോയി തുലയട്ടെ, ഈ വീടിന്റെ പടി ചവിട്ടിപ്പോകരുത് എന്ന് പറഞ്ഞ് മഹാനായ മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെ കെട്ടിൽ നിന്ന് അഴിച്ചതാ പെരടിക്ക് തള്ളിയിട്ട് വീട്ടിൽ നിന്ന് പുറത്താക്കുന്നു. മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സ് വേദനിച്ചില്ല. ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് സധീരമായി സ്വാതന്ത്ര്യം നേടിയെടുത്തതിലുള്ള സന്തോഷത്തോടെ നടന്നു പോകുമ്പോ ആ പിതാവ് പിന്നെയും വിളിക്കുന്നു, മിസ്അബേ ഇങ്ങോട്ട് വാ. മിസ്അബ് റളിയല്ലാഹു അൻഹു ചിന്തിച്ചു പോയി, എന്റെ വാപ്പാക്ക് വല്ല ദയയും തോന്നിയായിരിക്കും. വീട് വിട്ടൊരു മകൻ ഇറങ്ങിപ്പോകുന്ന സമയത്ത് വാപ്പാന്റെ മനസ്സലിഞ്ഞതുകൊണ്ടാവാം. പ്രതീക്ഷയോടെ വാപ്പ വിളിച്ചയിടത്തേക്ക് തിരിച്ചു ചെന്നപ്പോ ആ പിതാവ് പറഞ്ഞ വാചകം എന്താണ്? എടോ, നിന്റെ നാണം മറച്ച ഈ ഉടയാടുകളില്ലേ, ഇത് എന്റെ പണം കൊണ്ട് വാങ്ങിയ വസ്ത്രമാണ്, അതും കൂടെ ഇവിടെ ഊരിവെച്ചു പോണം ഇറങ്ങിപ്പോകാൻ. സയ്യിദുനാ മിസ്അബ് റളിയല്ലാഹു അൻഹു ആ ഷർട്ടും മുണ്ടുമതാ വാപ്പക്ക് അഴിച്ചു കൊടുത്തുകൊണ്ട് ഒരു കഷ്ണം കരിമ്പടത്തിന്റെ കഷ്ണമെടുത്ത് ഇലാ ഹളറത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചാരത്തേക്ക് ചെല്ലുന്നു. പിന്നാര നബി തങ്ങൾ ഈ രംഗം കണ്ട് കണ്ണിൽ നിന്ന് വെള്ളമൊഴുക്കുകയാണ്. ഈ നാട്ടിലെ എത്രയും വലിയ സമ്പന്നനാണ് ഉമൈർ, എത്ര വലിയ കോടീശ്വരനാണ്. ആ ഉമൈറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നല്ല സൗന്ദര്യമുള്ള വിലപിടിപ്പുള്ള എല്ലാവരും കൊതിച്ചു പോകുന്ന ചെറുപ്പക്കാരനല്ലേ സയ്യിദുനാ മിസ്അബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹമാണ് ഉടുക്കാൻ വസ്ത്രം പോലുമില്ലാതെ ദീനിന് വേണ്ടിയതാ ഏത് പ്രലോഭനത്തെയും പ്രകോപനത്തെയും അവഗണിച്ചുകൊണ്ട് പിടിച്ചു നിൽക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞുപോയി, സന്തോഷം കൊണ്ട് കരഞ്ഞുപോയി. മഹാനായ മിസ്അബ് റളിയല്ലാഹു അൻഹു അതാ എല്ലാ സൗകര്യങ്ങളെയും ത്യജിച്ച് ഒരീന്തപ്പന പോലെ അസ്ലുഹാ സാബിത്ത് ആടി ഉലയുന്ന കൊടുങ്കാറ്റടിച്ചിട്ടും ചുഴലിക്കാറ്റടിച്ചു വീശിയിട്ടും പതറാതെ പിടിച്ചു നിൽക്കുകയാണ്. പ്രബോധന ഗോതയിൽ ആ ചെറുപ്പക്കാരൻ സജീവമായി. അതോടെ ശത്രുക്കളുടെ എതിർപ്പും കഠിനമായി. ഹിജ്റയുടെ 5-ാമത്തെ വർഷം എക്കാലത്തെയും ദരിദ്ര രാജ്യങ്ങളിലൊന്നായ എത്യോപ്യയിലേക്ക്
ഒരു സംഘത്തിന്റെ കൂടെ മഹാനവറുകൾ ഹിജറ പോകുകയാണ്. അത് കഴിഞ്ഞ് ബഹുമാനപ്പെട്ടവർ തിരിച്ചു വന്നു. അവിടെ ഏറെക്കാലം നിന്നില്ല. ആ സമയത്താണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമീപത്തേക്ക് നേരത്തെ നബിതങ്ങളിൽ നിന്നും ഇസ്ലാം മതം സ്വീകരിച്ച അഖബയുടെ ഉടമ്പടിയുടെ ആളുകളായ 12 പേരുണ്ട്. അവര് മദീനയിൽ ചെന്ന് ഇസ്ലാമിനെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ നബിതങ്ങൾക്ക് കത്തെഴുതി, നബിയെ, മദീനയിൽ മതപ്രബോധനത്തിന് ഒരാളെ നിങ്ങൾ അയച്ചു തരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമതൊന്നും ആലോചിച്ചില്ല. മഹാനായ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹു തങ്ങളെ അതാ മദീനയിലേക്ക് നിയോഗിക്കുകയാണ്. മക്കയിൽ നിന്ന് നാടും വീടും വിട്ട് തന്റെ പത്രാസുള്ള ഭവനവും തന്റെ സൗകര്യമുള്ള എല്ലാ കൊട്ടാരങ്ങളും വെടിഞ്ഞുകൊണ്ട് ദീനിന്റെ ദഅവത്തിന് വേണ്ടി മദീനയിലേക്ക് പോകുന്ന മിസ്അബ് റളിയല്ലാഹു അൻഹു അവിടെ ചെന്ന് താമസമുറപ്പിച്ച് പ്രബോധനം ആരംഭിച്ചു. പിന്നീട് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പലായനം ചെയ്ത് മദീനയിലെത്തുന്ന സമയമായപ്പോഴേക്ക് മദീനയിലെ മുഴുവൻ വീടുകളിലും മുസ്ലിമീങ്ങളുടെ അംഗസംഖ്യ വർദ്ധിപ്പിക്കും വിധം പ്രബോധനം നടത്തി അടിത്തറവാകിയ നേതാവ് ഈ സയ്യിദുനാ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു തങ്ങളാണ്.